ശ്രീ രാഹുൽ ഈശ്വർ, കോളനി ബെഗർ, ബ്ലാക്ക് പിഗ്, ബ്ലാക്ക് കൗ, മുന്നിൽ പഠിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ അധ്യാപകൻ വിളിക്കുന്ന പേരുകളാണ് ഇതൊക്കെ. അധിക്ഷേപിക്കുമ്പോൾ മറ്റുള്ളവർ ചിരിക്കുന്നില്ലെങ്കിൽ അവരെ തല്ലുക, ജാതീയമായി അധിക്ഷേപിക്കുക, വീട്ടിലിരിക്കുന്ന അച്ഛനെയും അമ്മയും പറഞ്ഞു നോവിക്കുക, ഇതൊക്കെയാണ് അധ്യാപനം എന്ന നിലയ്ക്ക് കാണേണ്ടുന്നത് എന്ന ഗതികേട് കേരളത്തിന് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് ജാതി ഇപ്പോഴും ക്ലാസ് മുറികളിൽ ഇങ്ങനെ കൊലക്കത്തി ഉയർത്തി നിൽക്കുന്നത്? ശരിക്കും ഞെട്ടലുണ്ടാക്കുന്ന വാർത്തകളാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളിൽ വന്നത്. നമ്മൾ മലയാളികൾ ജാതി, മതം, രാഷ്ട്രീയം പോലുള്ള സെൻസിറ്റീവ് വിഷയങ്ങളിൽ രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രബുദ്ധത നമ്മൾ നേടി നമ്മൾ പറയാറുണ്ട്. സത്യവുമാണ്. മതസൗഹാർദ്ദത്തിന് നമ്മൾ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ്. എന്നാൽ ജാതി അബോധ തലങ്ങളിൽ പലപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് എന്നൊരു ദൗർഭാഗ്യം നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുകൊണ്ടാണ് സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ നിങ്ങൾക്കൊക്കെ ഭ്രാന്താണ്, യു മലബാറീസ് ആർ ലുനറ്റിക്സ് ആൻഡ് ദ പ്ലേസ് യു സ്റ്റേ ഈസ് എ ലുനാറ്റിക് അസൈലം, നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറയുന്നത്. എൻ്റെ ധാരണ ശരിയാണെങ്കിൽ നിങ്ങളുടെ ഒരു തലവാചകവും അതിൽ നിന്ന് വരുന്നതാണ്. ആ ഭ്രാന്താലയങ്ങൾ വാഴുന്നത് നമ്മുടെ മനസ്സിലെ അബോധ ജാതി ചിന്തകളിൽ അല്ലെങ്കിൽ ജാതീയമായ ഉച്ചനീചത്വ ചിന്തകളിൽ നിന്നാണ്. ഇന്നത്തെ ദിവസവും വളരെ പ്രത്യേകതയുള്ളതാണ്. ഏപ്രിൽ 14 ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സാമൂഹിക പരിഷ്കർത്താവും ഇന്റലക്ച്വൽസിലും ഒരാളായ ബാബാ സാഹേബ് അംബേദ്കറുടെ ജന്മദിനമാണ്. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട്. കഴിഞ്ഞ നൂറ്റാണ്ടിൽ മഹാത്മാഗാന്ധിയും ബാബാ സാഹേബ് അംബേദ്കറും ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും വിവേകാനന്ദ സ്വാമി അടക്കം ഒരുപാട് പേർ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മളെ മുമ്പോട്ട് അല്ലെങ്കിൽ പോസിറ്റീവായി ഒന്നിപ്പിക്കാനും ജാതീയതയുടെ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാക്കാനും. എന്നാൽ കേരളീയ സമൂഹത്തിനും ഇന്ത്യൻ സമൂഹത്തിനും, അതാണ് രോഹിത് വെമുലയുടെ കേസൊക്കെ കാണിക്കുന്നത്, ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകാനുണ്ട് എന്ന ഓർമ്മപ്പെടുത്തലാണ്. അതിന് വ്യത്യസ്ത പാതകൾ കാണാം. സണ്ണി സാറിൻ്റെ പാതയായിരിക്കില്ല ഞാൻ ഉദ്ദേശിക്കുന്ന പാത, എൻ്റെ പാതയായിരിക്കില്ല അദ്ദേഹം അംഗീകരിക്കുന്ന പാത. പക്ഷേ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. സ്ട്രക്ചറൽ കാസ്റ്റീസം, ഇൻസ്റ്റിറ്റ്യൂഷണൽ കാസ്റ്റീസം എന്നൊരു വിഷയമുണ്ട്. പവറിൻ്റെ, അധികാരത്തിൻ്റെ ഇടനാഴികളിൽ വേണ്ട രീതിയിൽ ഇന്നും പിന്നോക്ക വിഭാഗങ്ങൾക്ക് റെപ്രസെൻറ്റേഷൻസ് വന്നിട്ടില്ല. അബോധ തലത്തിലെങ്കിലും പലപ്പോഴും കാസ്റ്റീസം, ബോഡി ഷെയ്മിങ്, കമ്മ്യൂണലിസം, വംശം, നിറം തുടങ്ങിയ കാര്യങ്ങളിൽ അധിക്ഷേപം നേരിടുന്നു എന്ന കാര്യം ഏറ്റവും വിഷമകരമാണ്. അവിടെയാണ് നിതിൻ്റെ സഹോദരിയൊക്കെ, നിഖിത അടക്കം ഇവിടെ വന്നിരുന്ന് പറയാൻ അവർ കാണിക്കുന്ന ധൈര്യവും ആർജവും എത്ര അഭിനന്ദിച്ചാലും മതിയാകില്ല. ഇന്നലെ നിതിൻ്റെ അച്ഛനോടൊപ്പം ഞാനൊരു ചാനൽ ചർച്ചയ്ക്കിരുന്നു. ഈ വിഷമഘട്ടത്തിലും പൊതുസമൂഹത്തിൻ്റെയും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയും ഇനിയും ഇങ്ങനൊരു തെറ്റുണ്ടാകരുത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉറച്ച ബോധ്യത്തോടുകൂടി അവർക്ക് പറയാൻ കഴിയുന്നത് അവരുടെ നന്മയാണ്. കേരളീയ സമൂഹം അതിന് അവരോടെന്നും കടപ്പെട്ടിരിക്കും. തീർച്ചയായും ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ലോൺ ആപ്പിന്റെ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും നേരത്തെ എനിക്ക് തോന്നുന്നു ശ്രീ ശിവപ്രസാദ് വളരെ ശരിയായി പറഞ്ഞതുപോലെ ഇവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസ് ക്യാൻസൽ ആകുന്നില്ലല്ലോ. ഇവർ ജീവിച്ച, ഇവർ അനുഭവിച്ച വിവേചനത്തിന്റെ അനുഭവങ്ങൾ ഇനിയും ബാക്കി എന്ത് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിലും അതില്ലാതാകുന്നില്ല. കുട്ടികൾ, എനിക്ക് തോന്നുന്നു അവിടുത്തെ ആർച്ച അടക്കമുള്ള, ആഷിഖ് അടക്കമുള്ള വിദ്യാർത്ഥികൾ മുമ്പോട്ട് വന്ന് പറഞ്ഞ അവർ നേരിട്ട തിരസ്കാരം, അവഗണന, അപമാനം അതൊന്നും ഇല്ലാതാകുന്നില്ല. അത് അവരുടെ ലിവ്ഡ് എക്സ്പീരിയൻസുകളാണ്. വേറെ പല ഫാക്ടേഴ്സും കാണാം, സൂസൈഡ് പോലുള്ള അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പല ഫാക്ടേഴ്സ് കാണാം. പക്ഷേ ഇവർ അനുഭവിച്ച ആ വേദന ഒരു കാരണവശാലും ക്യാൻസൽ ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ആഴത്തിലുള്ളൊരു അന്വേഷണം, അതൊരു ക്രിമിനൽ അന്വേഷണം ഒരു വശത്ത് തീർച്ചയായിട്ടും ഉണ്ട്. അതോടൊപ്പം ഡിസ്ക്രിമിനേഷൻ അടക്കമുള്ള കാര്യങ്ങളിലൊരു അന്വേഷണം വേണം, നടപടികൾ വേണം. ഇനി വേറെ ഏതെങ്കിലും ആംഗിൾ റാം പോലുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും പറയാം രാമന്റെ പേരും രാവണന്റെ സ്വഭാവമാണ് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. സബ്ജക്റ്റ് ടു ഇനി അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്തെങ്കിലും ഉണ്ടോയെന്ന് തോന്നുന്നില്ല. കാര്യം അത്രമാത്രം കോംപ്രിഹെൻസീവ് വിദ്യാർത്ഥികൾ പറയുന്നത് വളരെ കൺവിൻസിംഗ് ആണ്. വിദ്യാർത്ഥികൾ പറയുന്ന ആ വേദനയും അവർ അനുഭവിച്ച ദുഃഖവും അവരുടെ സഹപാഠികൾക്ക് നേരിട്ട വേദന അവർ ഒപ്പിയെടുത്ത് പറയുന്നത് കേരളീയ സമൂഹം അവരോടൊപ്പമാണെന്നുള്ള കാര്യത്തിൽ ആർക്ക് സംശയമില്ല. അപ്പോൾ നമുക്കൊരു ആഴത്തിൽ മലയാളിക്ക് കേരളത്തിന് ഒരു റിമൈൻഡറാണിത്, ഒരു ഉണർത്താണിത്. നമ്മൾ അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകാൻ തയ്യാറാകണം. ആ കുടുംബത്തിന് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പിന്തുണയ്ക്കുകയും വേണം. ഡിബേറ്റ് വിത്ത് മാധു സജി.